മേപ്പാടി ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പാണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിൽസ്റ്റൺ, അതായത് നമ്മുടെ ഹൈവേ അല്ല, നമ്മുടെ മാനന്തവാടി ബൈപ്പാസ് മുട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ഏറ്റവും കൽപ്പറ്റയുടെ ഏറ്റവും കണ്ണായ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ രാപ്പകലില്ലാതെ വർക്ക് ചെയ്തെടുക്കുകയാണ്. വലിയ സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. കുറേ ആളുകൾ ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സന്ധ്യയായിട്ട് പോലും ആളുകളിങ്ങനെ ഈ വീടുകൾ, ഇതിൻ്റെ ദുരന്തബാധിതരായ ആൾക്കാർ എന്നെ എല്ലാ ദിവസവും വന്നിട്ട് വീടുകളൊക്കെ കാണുന്നുണ്ട്. അവരുടെ ഒരു ശ്രദ്ധ ഇതിൽ പതിയുണ്ട്. അവർ ശ്രദ്ധ പതിയാൻ വേണ്ട ഊരാളുങ്കലാണ് വൃത്തിക്ക് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മോഡൽ വീട്. ഇപ്പോഴും ആളുകൾ ഇവിടെ ഇപ്പോൾ അവരുടെ ഇതിൻ്റെ ഉടമകൾ ഇവിടെ ഇപ്പോഴും വന്നിട്ട് ഓരോ പ്രവർത്തനവും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഉള്ളിലും കൂടി കയറി നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ സിറ്റ് ഔട്ട്. ഇത് അടിപൊളി സെൻറ്റർ കാണാം. അടിപൊളി ഒരു വലിയ സാധാരണ വീടിൻ്റെ അത്ര തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇത് മറ്റൊരു റൂമാണ്. ബാത്ത് അറ്റാച്ച്ഡാണ്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെ നല്ല സൗകര്യമുണ്ട്. എല്ലാ എക്യുപ്മെൻറ്റ്സ്, അത് ടോയ്ലറ്റൊക്കെ ഉള്ള അടിപൊളി ഒരു നല്ല സെറ്റപ്പ്. ഇവിടെ മറ്റൊരു റൂമുണ്ട്. ഇത് ബാത്ത് അറ്റാച്ച്ഡല്ല, ഇത് സിംഗിൾ റൂമാണിത്. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഉള്ളിൽ ഭയങ്കര സൗകര്യമാണ്. കോട്ടയം അയ്യപ്പ സ്ഥലത്താണ്. ഇത് അടുക്കളയാണ്. ഇതൊരു വർക്ക് ഏരിയയാണ്. ആളുകളിപ്പോഴും ഇത് വന്നുകൊണ്ടൊക്കെ പോയിക്കൊണ്ട് ക്ലോസ്ഡാണ്. സ്റ്റെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കണ്ടോ, ആളുകളിപ്പോഴും ഇത് കാണാൻ വേണ്ടിയിട്ട്, മോഡൽ വീട് കാണാൻ വേണ്ടിയിട്ട്, ഇത് കാണേണ്ട ഒരു വീട് തന്നെയാണ് കേട്ടോ. ആളുകളിങ്ങനെ ഇത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ് കാണാൻ. ഇത് കൽപ്പറ്റ ടൗൺ വരെ വേണം നമുക്ക് കാണാൻ പറ്റില്ല. അടിപൊളി. ഇപ്പോൾ മുകളിലെ വ്യൂ ആണിത്. ഇതാണ് വർക്കുകളാണ്. കുറേ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. തൊട്ടടുത്തതാണ്. നമ്മൾ മതിലടക്കമുള്ള വീടാണ് ഇത്.